മലയാള സിനിമ രക്ഷപ്പെടില്ലടാ, രക്ഷപ്പെടില്ല. നിന്നെ പോലുള്ള പാവങ്ങളൊക്കെ തോറ്റു പോവുള്ളോ. സർക്കാർ സ്റ്റുഡിയോയില് സർക്കാരിന്റെ പാക്കേജിൽ പടം ചെയ്ത് നമുക്ക് സർക്കാരിന്റെ തിയേറ്റർ പോലും തന്നില്ല. ഇത്രയൊക്കെ ശ്രദ്ധിച്ചും ചിന്തിച്ചും ഡേറ്റ് കൊടുക്കുന്ന സാറിന്റെ കഴിഞ്ഞ 10 പടങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഒരാഴ്ച തികച്ച് തിയേറ്ററിൽ ഓടിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ സിനിമയാണ്. താരങ്ങള് അതങ്ങ് ആകാശത്തിൽ. സിനിമക്കാവണം പ്രാധാന്യം. ഇത് സത്യമുള്ള തൊഴിലാ. സിനിമ എന്നൊക്കെ പറയുമ്പോ അത് വലിയ റിസ്ക് ആണ്. അതൊക്കെ ചിലരുടെ പേർക്ക് അങ്ങോട്ട് എഴുതി വെച്ച് കൊടുത്തിരിക്കല്ലേ. എന്തായാലും നായകനാക്കൂലല്ലോ, അപ്പൊ നായകൻ. ഈ സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബാച്ചിലർ പാർട്ടിയാണ്. പുതിയ നായകൻ, പുതിയ നായിക, പുതിയ ഡയറക്ടർ, ഇതൊന്നും ആർക്കും വേണ്ടാന്ന്. സിനിമയിലപ്പോ കായ് മുടക്കണമെന്നൊന്നും പറയാൻ പാടില്ലേ? സിനിമ എന്ന് പറഞ്ഞ വലിയൊരു കടല് പോലെയാ. തലയ്ക്ക് വിലയുള്ളവരുടെ ഇഷ്ടത്തിനാണ് ഇപ്പൊ സിനിമ കൊടുത്തത്. ഇഷ്ടപ്പെട്ട ഡയറക്ടർ വേണം, അവരുടെ ഇഷ്ടത്തിന് നായികയും വേണം. ഞങ്ങൾ പാര വയ്ക്കും, വെച്ചിട്ടുമുണ്ട്. പലരോടെ അന്വേഷിച്ചറിയാം. എന്തേ വലിയ വലിയ സ്റ്റാറുകളുടെയൊക്കെ മക്കള് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരും പുതുമുഖങ്ങൾ തന്നെയല്ലേ. ഞങ്ങളുടെ അച്ഛനമ്മമാര് സിനിമാക്കാരാവാത്തത് ഞങ്ങളുടെ തെറ്റല്ലല്ലോ സാറേ. സാധാരണക്കാരന്റെ മക്കള് സിനിമ കൊതിച്ചൂടാ ശിവ.